എത്ര വണ്ടി വേണം? വണ്ടി ഭ്രാന്തന് ഇവിടെ വന്ന വണ്ടി കിട്ടാൻ പണിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. വാർമയുടെ സെറ്റ് വർക്കിലാണ് ഈ ഒരു സെറ്റ് ചെയ്തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഗായ്സ്, നമ്മളങ്ങനെ ശബരിമലയ്ക്ക് കൊണ്ടുപോവാണ്. സംഗതി വണ്ടി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന വാഴയും അതുപോലെ തന്നെ പൊടിയും കളറും എല്ലാം ചേർത്തിട്ട് ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ മല ട്രിപ്പാണ്. ഞാൻ ഇതുവരെ ശബരിമലയ്ക്ക്, അതായത് ശബരിമലയ്ക്ക് ഞാൻ കെട്ടെടുത്ത് പോയിട്ടോ, അല്ലാതെ ശബരിമലയ്ക്ക് ഇതേവരെ ബസ് കൊണ്ട് പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മല ട്രിപ്പാണ്. അതുപോലെ എൻ്റെ വ്ളോഗിത്തെ ഫസ്റ്റ് ട്രിപ്പായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു അടിപൊളി മല ട്രിപ്പിലേക്ക് സ്വാഗതം, ശബരിമല ട്രിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ ആൾക്കാരെ എടുക്കാൻ വന്നു. ആൾക്കാരിത് ഓരോരുത്തരായിട്ട് ഈ ഡിസൈനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കളപ്പൊക്കെ ചാർത്തി വരയ്ക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വാഴയും ഇതെല്ലാം കെട്ടിയിട്ടുണ്ട്. അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, സൂര്യേട്ടനുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്ക്മാംഗ്ലൂരിന് സഫറിൻ്റെ പാക്കേജ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ ദിവസം ഒന്നുമില്ല, ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ മൈസൂർ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം 2 മണിയാവരെ ഉണ്ടാവും കേട്ടോ. 2:30 കഴിഞ്ഞു. എന്തായാലും എന്താ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. സംഗതി അങ്ങനെ വാഴയൊക്കെ കെട്ടൽ കഴിഞ്ഞു. ഫുൾ സൈഡിൽ കൂടെ നമ്മുടെ ഞാൻ തന്നെയാണ് ചന്ദനം കാത്തി കഴിഞ്ഞു. ഇവിടെ വണ്ടി എടുത്തിട്ട് ബാക്കി പരിപാടി അപ്പം കർപ്പൂരം വെച്ച് ശരണം വിളിച്ചിട്ട് വണ്ടി എടുക്കാം. മാറ് മാറ് എല്ലാവരും ഓരോ പ്രശ്നം. ചേട്ടാ അകമല എത്തിയിട്ടുണ്ട്. അകമല ഓൾറെഡി അറിയാമല്ലോ, അത്യാവശ്യം നല്ല പ്രശസ്തരാകുമ്പോഴാണ്. നമ്മൾ ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന റൂട്ടിലാണ് അകമല. വടക്കഞ്ചേരി എത്തണേൻ്റെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 10 പേര് കൂടി കയറാണ്ട് അയ്യപ്പന്മാരെല്ലാം അവിടെ പോയിട്ട് മുട്ടയിറക്കും. മുട്ടയിറക്കും, നാളികേരം എറിഞ്ഞുടച്ചു. മുട്ടയിറത്തു എന്ന് പറയുന്നത് മുട്ടയിറക്കൽ നമ്പൂരിമാർ ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ എറിഞ്ഞുടച്ചു, നാളികേരം എറിഞ്ഞുടച്ചു. അപ്പോൾ ഇനി എന്തായാലും ഇവിടുന്ന് ഒരു 10 പേര് കയറാണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഡിക്കി തുറന്നു കൊടുക്കാം. പുറത്ത് വയ്ക്കണ്ടേ? തൃപ്രയാറിക്കുള്ള വഴി ഫുൾ പണി ചെയ്താൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിച്ചു വിട്ടു. ലാസ്റ്റ് ഞങ്ങൾ കടത്തില്ലാത്ത ആൾക്കാർ മൊത്തം പറഞ്ഞ വഴി കൂടെ ഞങ്ങൾ കടത്തി വെട്ടി. വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എത്ര ഗ്യാപ്പ്, 2 സൈഡ് എത്ര ഗ്യാപ്പിൽ ഞങ്ങൾ ഇറക്കി വെട്ടിയത്. ഇത് അവിടെ ഉള്ള ആളെ ചോദിച്ചു, കയറ്റിയില്ലേ? ഞങ്ങൾ കയറ്റിച്ചു. അത് സന്തോഷമാണ്. പക്ഷെ അവിടെ ലൈൻ ബസ്സുകളൊക്കെ ഫുള്ള് ഫ്രണ്ട് ബാക്ക് വെച്ചിട്ടാ പോയത്. എല്ലാ വണ്ടിയും തൃപ്രയാറിലേക്ക് വരുമ്പോ ചരക്കൽ പാലം അവിടെ പഴുതിറക്കാണ്. അപ്പൊ ഇനി വരുമ്പോ ഞാൻ ഏതാ വൈകുന്നത് എനിക്ക് നമുക്കറിയില്ല. ശബരിമലയ്ക്ക് നമ്മൾ 2ാമത്തെ ട്രിപ്പ് വരുന്നത്. അപ്പൊ 2ാമത്തെ ട്രിപ്പ് ആദ്യമായിട്ട് അമ്പലം കറങ്ങി വരുന്നത്. അപ്പൊ ഇപ്പൊ ഈ വഴിക്ക് അമ്പലം 4 വരുമ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു പ്രശ്നം. അറിയില്ലായിരുന്നു. വന്നപ്പോ പെട്ടു വിചാരിച്ചു. പക്ഷെ ഒരു 100 ഗ്യാപ്പിൽ കണക്കില്ലത് കൂടെ നമ്മളത് വണ്ടി എടുത്ത് വേണം. കുഴപ്പമൊന്നുമില്ല, ഇത് വരില്ല. ഇനി ആവത്തെ ഞങ്ങൾ ബോർഡ് വെച്ചിട്ട് വണ്ടി പോകില്ല. അതെ, ഏത് മലയും ചാരിക്കടന്നവരാണ് ഈ രാമചന്ദ്രൻ. അങ്ങനെ വേണ്ട. ഇടയ്ക്ക്
നമ്മളെന്താ വെച്ചാൽ അവിടെ പോയ സംഗതി കിടക്കുന്നു തോന്നി, കിടത്തും എന്ന് പറഞ്ഞു, കിടത്തി. അങ്ങനെതാണ് സംഗതി എന്ന് വെച്ചാൽ മൂപ്പര് പൂവ് കിടക്ക വെച്ചു. എന്തായാലും അല്ലേ കിടത്താന്ന് ഞാനും പറഞ്ഞു വണ്ടി. കാരണം ബാക്കിൽ വണ്ടികളുണ്ടായിരുന്നു, അത് ഇട്ടു വണ്ടി ഫ്രണ്ട്. അങ്ങനെ നമ്മൾ അപ്പൊ നേരെ ഇനി തൃപ്രയാർ എത്തിയിട്ട് ബാക്കി നോക്കാം. അങ്ങനെ ഞങ്ങൾ തൃപ്രയാർ എത്തി. നൈസായിട്ട് ഇവിടെ പാർക്കിംഗ് കൂടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴേക്കും എൻ്റെ സബ്സ്ക്രൈബർ വന്നിരിക്കുകയാണ്. പേര് പറടാ. ആദിഷ്. സംഗതി ഞാൻ വണ്ടി കൊണ്ടു നിർത്തപ്പോഴേക്കും ബോഡി നിർത്തും. ഇല്ല സെറ്റല്ലേ പറഞ്ഞിട്ട് ഓടി നിർത്തിയിട്ട് അതെന്തായാലും അടിപൊളിയാണ്. സംഗതി ഇവരെ പോലുള്ളവരാണ് നമ്മുടെ ഒരു പിൻബലം എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഇൻസ്റ്റ കറക്റ്റായിട്ട് നോക്കുന്നവനാണ് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ ഇതിൻ്റെ വീഡിയോ ആകെ ഒന്നറ്റേ ഇട്ടിട്ടുള്ളൂ അല്ലേ? അതാണ് കാരണം ഇൻസ്റ്റയിലാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ശരവണ അവിടെ നിൽക്കുന്നുണ്ട്, തൊട്ടപ്പുറം നമ്മുടെ ഗാങ്സ്റ്റർ നിൽക്കുന്നുണ്ട്, ഞാൻ ഡ്രീം പാലസ് വന്നിട്ടുണ്ട്. സോ ഓരോരുത്തർ വണ്ടികളായിട്ട് ഇറങ്ങുന്നു, ഓരോരുത്തർ വണ്ടികളിൽ കയറുന്നു. നമ്മുടെ സ്വാമിമാരൊക്കെ തൃപ്രയാർക്ക് പോയിട്ടുണ്ട്. അവർ പോയി വരുന്നവർ നമുക്ക് വേറെ പണിയൊന്നുമില്ല. ലെറ്റ്സ് വെയിറ്റ്. ഇവനപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. പേര് പറയടാ. ദീപക്. എൻ്റെ അമർനാഥ്. എൻ്റെ അനശ്വര. ഇവളും വണ്ടി ഭ്രാന്തിയാണ്. എത്രയിലാണ് പഠിക്കണേ? +1. ഏതാ സബ്ജക്റ്റ്? കൊമേഴ്സ്. സംഗതി എല്ലാവരും +1 ഒക്കെ വണ്ടി ഭ്രാന്തരാണ്. സംഗതി വണ്ടികൾ വരുന്നുണ്ട് പറഞ്ഞപ്പോഴേക്കും ഞായറാഴ്ച ആയിട്ട് ഇറങ്ങിയിറക്കണം എല്ലാവരും. നൈസ്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. എന്തായാലും അവർക്ക് ഒരുപാട് വണ്ടികളും കാണാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. യെസ്, 2 പേര് കൂടി വന്നിട്ടുണ്ട്. പറ പേര് പറ. ഹീരൻ. +1 തന്നെ. ഏതാ സബ്ജക്റ്റ്? കൊമേഴ്സ്. അയ്യോ ഫാരിസ്. +1. എല്ലാം +1 ഗ്യാങ്ങാണല്ലോ. +2 ആരും കിട്ടിയില്ലടാ. അത് സംഗതി ഇവർ ഓരോരുത്തരെ വിളിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് അടിവിടും നിങ്ങളൊക്കെ പണ്ടല്ലോ പറഞ്ഞിട്ട്. കാതർക്കഥ അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. കാതർക്ക ആൾട്ടൊന്നുമില്ല, ഡയറക്റ്റ് മല. ശ്രീജിത്ത് വെക്കണോ, ഡ്രീം മാസ്റ്റർ പടകളൊക്കെ ഇരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം, ചായ കുടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പതിയെ തൃപ്രയാറിൽ നിന്നും വണ്ടി എടുത്തു. ഇവിടുത്തെ ജൈൻ വീലും മറ്റേ യന്ത്ര ഊഞ്ഞാലൊക്കെ ഉണ്ട്. പക്ഷേ നൈസാട്ടോ. ഒരുപാട് പേർക്ക് ഇതിലെന്തായാലും കയറണം. കാരണം അതിൻ്റെ ഒരു ഫ്രീ ഫോൾ എക്സ്പീരിയൻസ് വളരെയധികം അടിപൊളിയായി. ഞാൻ മറ്റേ കടമ്പയിൽ പോയിട്ട് കയറിയല്ലോ, ആ ഒരവസ്ഥയൊക്കെയാണ്. അത് ഫ്രീ ഫോൾ എന്തായാലും എക്സ്പീരിയൻസ്. ഏറ്റവും ടോപ്പ് പോയിരിക്കണം, ഏറ്റവും എൻഡ് പോയിരുന്നിട്ട് നോക്കണം, ഇങ്ങനെ സെറ്റാവും. എന്തായാലും വണ്ടി എടുത്തു, നേരെ നമ്മളങ്ങനെ കൊടുങ്ങല്ലൂർ എത്തിയെന്ന് മാത്രമല്ല നമ്മുടെ ആൾക്കാർ ഇറങ്ങി കയറിയിട്ടുണ്ട്. അപ്പോൾ സംഗതി പാട്ട് വെച്ചാൽ നമ്മൾ അധികം നേരം എന്ത് ഇതാക്കുന്നില്ല, ആൾക്കാരെല്ലാവരും കയറി. സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം 7:15. ഇനി നമുക്ക് നൈസായിട്ട് വണ്ടി എടുത്തിട്ട് വിടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നേരെ എരുമേലിയിൽ നിന്ന് പമ്പ. ഇതാണ് ഇവരിപ്പോൾ പറഞ്ഞ പ്ലാനിങ്. സോ ലെറ്റ്സ് ഗോ. യെസ്, എന്നതാണ് കേട്ടോ. അങ്ങനെ ഏകദേശം 12:30 നമ്മൾ എരുമേലി എത്തി. കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വൺ സൈഡ് മാത്രമേ വണ്ടി പാസ്സുള്ളൂ, മറ്റേ സൈഡ് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് ഡ്രൈവിംഗ് ഞാൻ നല്ല ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല റോഡിൽ പോകുന്നുണ്ട് ഏറ്റവും
നിലയ്ക്കൽ പാർക്കിങ്ങിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് വലിയ വലിയ വണ്ടികളാണ്. ബോളോ കിടക്കുന്നുണ്ട്, സ്കാനിയ ഏതാണ്ട് അവിടെ കിടക്കുന്നുണ്ട്, ഇസബലിൻ്റെ ബോളോ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഐസിയുടെ വലിയ വണ്ടി ബിഗ് ബസ് കിടക്കുന്നുണ്ട്. ബിഗ് ബസ്സിൻ്റെ അല്ല, ബിഗ് ബസ്സിൻ്റെ ബിഗ് ബസ്. നമ്മുടെ ഐഷ വോൾവോ കൊമ്പോയിൽ വന്ന് പുത്തൻ വണ്ടി വേണ്ട കിടക്കുന്നു. അങ്ങനെ ഫുൾ വണ്ടികളുടെ ഇതാണ്. അത്യാവശ്യം പാർക്കിംഗ് എല്ലാം അടിപൊളിയായിട്ട് നിർത്തി. ഇവിടെ നിർത്തിയായി. ഈ കട്ടയും കൂടി ഒന്ന് സെറ്റായാൽ നമുക്ക് നിർത്താം. ഇനി ഇവിടേക്ക് വേറെ വണ്ടി വരാനും പറ്റില്ല. ഇവിടേക്ക് ഇനി വേറെ വണ്ടി ഇവിടെ നിർത്താൻ പറ്റില്ല. ഇനി ഉറക്കം കഴിഞ്ഞിട്ട് നീക്കാം. 5:30 ഇതിനിങ്ങനെ നീളത്തിലിടാം ബാക്കിയൊക്കെ ആയിട്ട്. അതേ പറ്റും. സോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ അതിരാവിലെ നിലയ്ക്കൽ കൊടുന്ന് നിർത്തിയുള്ള വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അതിന് ശേഷം സമയം നോക്കുകയാണെങ്കിൽ വൈകുന്നേരം 5:30 ഇതുവരെ എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 10-11 മണി വരെ കടന്നുറങ്ങി. രാവിലെ 5-5:30 നമ്മൾ ബസ് കൊടുന്ന് നിർത്തിയത്. 10-11 മണി വരെ കടന്നുറങ്ങി. അതിന് ശേഷം ഏകദേശം കുറച്ച് നേരം പോയി കുളിച്ചു. പിന്നെ അവിടുന്ന് ഇവിടെയൊക്കെ വണ്ടികൾ വന്നിട്ടും പോയിക്കൊണ്ടിരിക്കണം. ഈ ഒരു ഫുള്ള് ബസ് പാർക്കിംഗ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഫുൾ ബസ് പാർക്കിംഗ്. ഫുൾ എന്താ വെച്ചാൽ കട്ട പതിച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊരു വലിയൊരു കാര്യമാണ്. ഇവിടെ ഫുള്ള് കട്ട പതിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് കട്ട പതിക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വണ്ടികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ. നമ്മുടെ വെസ്റ്റ് എൻഡ് നിൽക്കുന്നു. ഇവിടെ തായമയുടെ ബിഗ് ബോസ് നിൽക്കുന്നു. തായമ സൈഡിലും മെയിൻ പേര് ബിഗ് ബോസാണ്. വിവേകാനന്ദ ട്രാവൽസിൻ്റെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ നോക്കണേ, ഇവിടെ ഒന്ന്, ഇതൊന്ന്. അതുപോലെ തന്നെ വടക്കേലിൻ്റെ ശ്രീഗുരു ട്രാവൽസിൻ്റെ ഉണ്ട്. അങ്ങനെ വണ്ടികളുടെ നമുക്ക് എത്ര വണ്ടി വേണം. വണ്ടിപ്രാന്തന് ഇവിടെ വന്ന വണ്ടി കിട്ടാൻ പണിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. അമ്പാടർ വണ്ടിയൊക്കെ ഉണ്ട്. ഇത് ഫുൾ സെക്ഷൻ വിവേകാനന്ദയാണ്. വിവേകാനന്ദ പിന്നെ ഓൾറെഡി നമുക്ക് അറിയാം. അവർ ഓൾറെഡി ശബരിമല സീസണിൽ നല്ല രീതിയിൽ ട്രിപ്പ് കൊണ്ടാണ്. ഒരുപാട് ബുക്കിംഗ് ഉണ്ട് അവർക്ക്. അതർ സ്റ്റേറ്റ്, അതായത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഒരുപാട് ബുക്കിംഗ് ഉണ്ട്. അങ്ങനെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ ബസ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വിവേകാനന്ദയുടെ ആവും. കാരണം നമ്മളുണ്ടല്ലോ ഇപ്പം തന്നെ ബസ് ലീസ് ഔട്ട് ചെയ്യാണ്ടോ ചെയ്യുന്നവർ. ലീസ് ഔട്ട് മീൻസ് ശബരിമല സീസണായാൽ ഇത്രയും ബസ്സുകൾ അവരെടുക്കും. എന്നിട്ട് അവർ മെയിൻ പേര് മാറ്റിയടിക്കും, എന്നിട്ട് ഓടും. അവർക്ക് എന്താ വെച്ചാൽ നോൺ സ്റ്റോപ്പ് ട്രിപ്പുകളുണ്ട് ആ ഒരു സീസൺ. അതിനനുസരിച്ച് മാറ്റിയടിച്ച് ഓടുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ഏതൊക്കെ വണ്ടികളുണ്ടെന്ന് ഇവിടുത്തെ പോയിട്ട് കണക്കെടുത്താലോ. നമ്മുടെ വേരിയത്തുണ്ട്, OLI ബാക്കിയൊക്കെ വായിക്കിട്ടില്ല. ഒലിയലിൻ്റെ വണ്ടിയുണ്ട്, ഗംഗയുടെ ബസ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. സംഗതി എന്താ പറയുക കണ്ടോ, ലൈറ്റ്സ് ഓണായി. ഒരു സംഗതി നിലയ്ക്കലിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്ത കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതായത് പാർക്കിങ്ങിൽ കട്ട പതിച്ച കാര്യങ്ങളൊക്കെ സംഗതി ഏറ്റവും മെച്ചമുള്ള അടിപൊളി കാര്യങ്ങളാണ്. കാരണം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ, ഒരുപാട് സന്ദർശകർ വരുന്നതാണ്, ഒരുപാട് ഭക്തർ വരുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സൗകര്യമാണ്. പിന്നെ വണ്ടി നിർത്താനും ബാത്റൂം സൗകര്യങ്ങളാണെങ്കിലും അതും അടിപൊളിയായിട്ടുണ്ട്. ഇത് വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഫ്രീ ടോയ്ലറ്റ്സ് ഒരുപാട് അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ പിന്നെ ചെറു വണ്ടികൾ ഒരു 3-4 അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഡ്രീംസിൻ്റെ വണ്ടി പലർക്കും പരിചയമുണ്ടാകും. നമ്മൾ അവതാറിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡ്രീംസാണ്. ഉറങ്ങാവുന്നുണ്ട്. പോപ്പിൻസിൻ്റെ സെഡ് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് പിന്നെ ആ വണ്ടി വിവേകാനന്ദയുടെ മെയിൻ പേരിൽ ഓടുന്നുണ്ട്. വിവേകാനന്ദയ്ക്ക് നമ്മളല്ലേ അങ്ങനെയാണ്. അങ്ങനെ അങ്ങോട്ടും ഉണ്ട് കുറേ വണ്ടികൾ. ഇനി അങ്ങോട്ട് പോകണില്ല, നമുക്ക് ഇങ്ങോട്ട് പോകാമെന്ന്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡോർ സർവീസായിട്ട് സ്പോർട്സിൻ്റെ കമ്പനിക്കാരനെ, ഷോറൂമുകാരനെ ഓൾറെഡി ഡോർ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കാരണം ഒരുപാട് ട്രാവലറുകൾ ട്രിപ്പായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരുപാട് വണ്ടിയൊക്കെ പ്രശ്നം വരും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വണ്ടി വന്നപ്പോൾ രാവിലെ ഇവിടെ സ്പോർട്സിൻ്റെ സർവീസ് ഉണ്ട്. ഒരു വണ്ടർ എന്തോ സംഗതി മാറ്റിക്കൊണ്ടിരിക്കണം തന്നെ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എന്താ വെച്ചാൽ അറിയാത്തവർക്ക്, ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടുള്ളല്ലോ ഈ ഇൻഫോർമേഷൻ. ഒന്നും അറിയാത്ത കുറച്ച് പേരുണ്ടാവില്ലേ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫോർമേഷൻ. നമുക്ക് 16ാമത്തെ പാർക്കിംഗാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ എത്ര 10, 20, 25, 22 പാർക്കിംഗ് ഉണ്ട് തോന്നുന്നുണ്ട്. ഇത് വന്നിട്ട് 16ാമത്തെ പാർക്കിങ്ങിലാണ് നമ്മൾ ബസ് കൊണ്ടിട്ടീനെ. അപ്പോൾ എന്തായാലും വോൾവോ ആണെങ്കിലും കുറച്ച് മുമ്പ് അവിടെ ബാക്കൊക്കെ ആയിട്ട് വോൾവോ കാര്യങ്ങളാണ്. ഈ സൈഡ് ബിഗ് ബസ് വന്ന് കടന്നിരുന്നു. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. നമ്മളെന്താ ഇരുന്ന് ഫോണിൽ കളിച്ച് സമയം കളഞ്ഞു തന്നെ പറയാം. കാരണം ഒരുപാട് സമയം ഉണ്ടായിരുന്നു, വീഡിയോ ഒന്നും എടുത്തില്ല. ഒരുപാട് സമയം കളഞ്ഞു കയ്യിൽ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നമ്മുടെ വണ്ടിയത്തെ രാവിലെ അവിടെ നിന്ന് പോരുമ്പോഴുള്ള വാഴ കെട്ടിയിടും. പിന്നെ അത് കഴിയുമ്പോഴേക്കും ചൂട് കാറ്റടിച്ചു, സംഗതി ഇല മൊത്തം കരിഞ്ഞ് ഒരു പരിപാടിയുണ്ട്. ഉണ്ടോ യെസ്, നമ്മളിവിടെ അമ്പാടർ ആളെ പരിചയപ്പെടുത്തി തരാം. 30 നമ്മൾ സബ്സ്ക്രൈബറാണ്. യെസ്, അത് ഓൾറെഡി നമ്മൾ പരിചയമാണ്. പേര് പറ എന്തായാലും വീഡിയോയിൽ കാണിച്ചില്ല. സായി മൂപ്പര്. ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഓടി വന്നോ എൻ്റെ അടുത്തേക്ക്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു കേട്ടോ.
അപ്പുറത്ത് ഓളോല് കയറിയിട്ട് വാ നമുക്ക് അതിൻ്റെ ഉള്ളിക്ക് പോകാം, കണ്ണൻ്റെ ഉള്ളിക്ക് പോയേക്കാം. ആ ഉള്ളത്തെ സെറ്റപ്പ് കാണിച്ചു കൊടുക്കാം. ഓരോ വണ്ടികളായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കഴിഞ്ഞിട്ട് അതിൻ്റെക്ക് പോകാൻ. ഇത് അക്രലിക്കല്ല, മറ്റേ ഷീറ്റാ, വൈറ്റ്. ഇതാ ഫ്രണ്ട് ചെയ്ത വൈറ്റിൽ സ്റ്റിക്കർ അടിച്ചെടുക്കുക. സൗണ്ട് അതാ കട്ടൗട്ടറേ. അപ്പുറത്ത് തന്നെ കണ്ണൻ്റെ BS6 ഒന്നുണ്ട്. ഇറ്റ്സ് ഓൾവേസ് ഫർമാസ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ പുള്ളി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചേട്ടന്മാരെ ഗ്യാപ്പ് പറ്റും. യെസ്, വാർമയുടെ സെറ്റ് വർക്കിലാണ് ഈ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പാനൽ ബോർഡ് ചെയ്തിട്ട് അതിൽ നിയോണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളിയുണ്ട്. അതിൻ്റെ ഇടയിൽ കളർ ഫ്ലാഷറും എല്ലാം കൊടുത്തിട്ട് നല്ല രസമുണ്ട്. അടിപൊളി. ഫർമാസിൻ്റെ ഓരോ മോഡുകളൊക്കെ ഇത് ഓരോന്നാട് ഓണായിക്കോ, ഒന്നാട് കത്തും. അതെ, ഇപ്പോൾ നെയിം ബോർഡ്, ഇപ്പോൾ പിക്സല്, നിയോണ്, ഇപ്പോൾ ഒക്കെപ്പാടെ സ്പീക്കറൊക്കെ ഓണായി. ഇപ്പം നിയോൺ ഓഫായി. ഇനി ഇവിടെ മുകളിൽ വെൽക്കം ബോർഡ് ഉണ്ട്, അത് കത്തിക്കാണ്ട്. അതും കത്തി, എല്ലാം കത്തി. ഒക്കെപ്പാട് ലൈറ്റ് മഴ ആയി. എന്തായാലും അടിപൊളിയായി. കണ്ണൻ്റെ ഇന്റീരിയർ ക്വാർട്ടർ ഗ്ലാസ് ഇന്നലെ അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ണൻ്റെ ഫ്രണ്ട് ക്യാബിൻ ഈ ഒരു രീതിയിലാണ്. എന്തായാലും സംഗതി അടിപൊളിയായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. മൊത്തം മോശം പറയാൻ പറ്റില്ല. മോശം എന്ന് പറഞ്ഞാൽ വർമ്മയുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യട്ടെ എപ്പോഴും. അത് ഓരോ സെറ്റുകാർക്ക് അവരുടേതായ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെയിം ബോർഡ് കൂടി ഓണാക്കിക്കാം. ഫ്ലാഷും മിനിമം രീതിയിൽ നിന്ന് സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ലൈലാൻഡ് സർവീസ് സെൻ്റർ കേട്ടോ. സർവീസ് ഓതറൈസ്ഡ് മൊബൈൽ സർവീസ് യൂണിറ്റാണ്. ഒരു വണ്ടി പണിയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാവും ഇത്. നമ്മൾ ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ അവർ ഷോ കാണിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ ഓൾറെഡി എല്ലാം ഓണാക്കാൻ പറഞ്ഞിട്ടാണ് അവർ ഓണാക്കിയത്. ഇനി ആരും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഗൈസ്, ഇവ എൻ്റെ ഫോളോവറാണ്. പേര് പറയണ? അക്ഷയ്. ഞങ്ങളെല്ലാവരും കൂടി മറ്റേ വണ്ടർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ നൈസായിട്ട്. എൻ്റെ വീട് അവിടെ ഗുരുവായൂർ. എൻ്റെ എവിടെ? കുന്നംകുളം. പേര് വിഷ്ണു. യെസ്. ഈ അൻ്റെക്ക് 34 കൊണ്ടാന്ന്? 34 തിരുവോണത്തിൻ്റെ വണ്ടി കൊണ്ട് 49. അടിപൊളി, നൈസാ. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ വന്നു പറഞ്ഞു. വരുന്ന സമയം ഞാൻ പറഞ്ഞു കേട്ടോ, അതുകൂടി അറിയണം. 6:57 അങ്ങനെ അവർ വന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർ കയറിയിട്ട് നമുക്ക് നേരെ വിടാം. ഞാൻ വരുന്ന പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ.